ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിറാക്കിൾ മേക്കേഴ്സ് PSC. ഇന്നൊരു ഹോട്ട് ടോപ്പിക് സീരീസുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. PSC എപ്പോഴും ആവർത്തിക്കുന്ന ക്വസ്റ്റ്യൻസ് കണ്ടെത്തി ഞങ്ങൾ ചെയ്യുന്ന ഒരു സീരീസാണിത്. അപ്പം കഴിഞ്ഞ വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോയി കാണണം. ഇനി നമ്മൾ എടുക്കുന്നത് നമ്മൾ പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് വ്യക്തികളും വിശേഷണങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് വീഡിയോ ആണ്. ഈ 3 വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ഇനി ഈ ഒരു ഭാഗം, ഈ വ്യക്തികളും വിശേഷണങ്ങളും ഉള്ള ഈ ഒരു ഭാഗത്തേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കുക വേണ്ട. 3 വീഡിയോ പക്ഷേ പഠിച്ചിരിക്കണം. ഈ ഒരു ടോപ്പിക്ക്, ഈ ഒരു കാര്യമേ കംപ്ലീറ്റ് ചെയ്തു. PSC ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റിനും ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ളത് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ലാസ്റ്റ് പാർട്ടാണ്. ബാക്കി 2 പാർട്ട് നിങ്ങൾ പോയി കണ്ടതിന് ശേഷം വന്ന് ഈ വീഡിയോ കാണുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് ബാപ്പുജി പൂവാണ്. അപ്പോൾ ഓർത്തോണം, 2 എണ്ണം ഉണ്ട്. ബാപ്പുജി ഉണ്ട്, ബാബുജിയും ഉണ്ട്. അപ്പോൾ ബാപ്പുജി എന്നറിയപ്പെടുന്ന ആരാ? നമുക്കറിയാം, മഹാത്മാഗാന്ധി. ബാബുജി എന്നറിയപ്പെടുന്നത് ജഗ്ജീവൻ റാം. ചാച്ചാജി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു. നേതാജി എന്നറിയപ്പെടുന്നത് സുഭാഷ് ചന്ദ്രബോസ്. എന്താണ്? ബാപ്പുജി മഹാത്മാഗാന്ധി, ബാബുജി ജഗ്ജീവൻ റാം, ചാച്ചാജി ജവഹർലാൽ നെഹ്റു, നേതാജി സുഭാഷ് ചന്ദ്രബോസ്. ഗുരുദേവ് എന്നറിയപ്പെടുന്നത് രവീന്ദ്രനാഥ ടാഗോർ. ഫാനുസിംഹം എന്ന തൂലികാനാമം, ആ ഒരു നാമത്തിൽ അറിയപ്പെടുന്നത് ടാഗോർ. ഫാനുസിംഹം എന്നറിയപ്പെടുന്നത് ടാഗോർ. ആചാര്യ വിനോബ ഭാവെ. ഈ വിനോബ ഭാവയുടെ കൂടെ തന്നെ നമ്മൾ ഒന്നിച്ച് റീഡ് ചെയ്യുന്ന അല്ലേ, ആചാര്യ വിനോബ ഭാവെ. അപ്പോൾ ആചാര്യ എന്നറിയപ്പെടുന്നത് വിനോബ ഭാവെ. വൈക്കം ഹീറോ പെരിയോർ EV രാമസ്വാമി നായ്ക്കർ. കേരളത്തിലെ അശോകൻ വിക്രമാദിത്യ വരഗുണൻ. തിരുവിതാംകൂറിലെ അശോകൻ മാർത്താണ്ഡവർമ്മ. ദക്ഷിണേന്ത്യയിലെ അശോകൻ അമോഘവർഷൻ. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ നോക്കാം. ബാപ്പുജി മഹാത്മാഗാന്ധി, ബാബുജി ജഗ്ജീവൻ റാം, ചാച്ചാജി ജവഹർലാൽ നെഹ്റു, നേതാജി സുഭാഷ് ചന്ദ്രബോസ്, ഗുരുദേവ് രവീന്ദ്രനാഥ ടാഗോർ, ഫാനുസിംഹം ടാഗോർ, ആചാര്യ വിനോബ ഭാവെ, വൈക്കം ഹീറോ പെരിയോർ EV രാമസ്വാമി നായ്ക്കർ. കേരളത്തിലെ അശോകനാണെങ്കിൽ വിക്രമാദിത്യ വരഗുണൻ. തിരുവിതാംകൂറിലെ അശോകനാണെങ്കിൽ മാർത്താണ്ഡവർമ്മ. ദക്ഷിണേന്ത്യയിലെ അശോകനാണെങ്കിൽ അമോഘവർഷൻ. കേരളത്തിന്റെ വന്ധ്യവയോധികൻ ആരാണ്? കേരളത്തിന്റെ വന്ധ്യവയോധികൻ KP കേശവമേനോൻ. കേരളത്തിന്റെ വന്ധ്യവയോധികൻ KP കേശവമേനോൻ. തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ ബാരിസ്റ്റർ GP പിള്ള. തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ ബാരിസ്റ്റർ GP പിള്ള. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം. ഇത് രണ്ടും റയർ ആയിട്ടുള്ളൊരു ഫാക്റ്റാണ്, നമ്മൾ അത്രയ്ക്ക് കേട്ടിട്ടുണ്ടായിരിക്കില്ല. അപ്പം ശ്രദ്ധിച്ചൊന്ന് കേട്ടുകൊള്ളുക. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ, ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം എന്നിങ്ങനെ അറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പിയാണ് ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പിയാണ് ജവഹർലാൽ നെഹ്റു. കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആഗമാനന്ദ സ്വാമി. കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭൻ. ഓക്കെ, നമുക്ക് ഇത്രയും ഒന്നും കൂടെ പറഞ്ഞു നോക്കാം. ബാപ്പുജി മഹാത്മാഗാന്ധി, ബാബുജി ജഗ്ജീവൻ റാം, ചാച്ചാജി ജവഹർലാൽ നെഹ്റു, നേതാജി സുഭാഷ് ചന്ദ്രബോസ്, ഗുരുദേവ് രവീന്ദ്രനാഥ ടാഗോർ, ഫാനുസിംഹം ടാഗോർ, ആചാര്യ വിനോബ ഭാവെ, വൈക്കം ഹീറോ പെരിയോർ EV രാമസ്വാമി നായ്ക്കർ. കേരളത്തിലെ അശോകൻ വിക്രമാദിത്യ വരഗുണൻ. തിരുവിതാംകൂറിലെ അശോകൻ മാർത്താണ്ഡവർമ്മ. ദക്ഷിണേന്ത്യയിലെ അശോകൻ അമോഘവർഷൻ. കേരളത്തിന്റെ വന്ധ്യവയോധികൻ KP കേശവമേനോൻ. തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ ബാരിസ്റ്റർ GP പിള്ള. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ രാജാറാം മോഹൻ റോയ്. ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം രാജാറാം മോഹൻ റോയ്. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി ജവഹർലാൽ നെഹ്റു. കേരളത്തിലെ വിവേകാനന്ദൻ ആഗമാനന്ദ സ്വാമി. കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ മന്നത്ത് പത്മനാഭൻ. ഓക്കെ, വ്യക്തികളും വിശേഷണങ്ങളും എന്നുള്ള ഈ ഒരു ടോപ്പിക്ക് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്യുവാണ്. 3 പാർട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. വലിയ ലെങ്തുള്ള വീഡിയോ അല്ല. നിങ്ങൾ ആ 3 പാർട്ടും കാണുക. എഴുതി വെക്കാൻ പറ്റുന്നവർ എഴുതി വെച്ച് പഠിക്കുക. ഈ ഒരു ഭാഗം വ്യക്തികളും വിശേഷണങ്ങളും ഇതോടെ തീരുവാണ്. ഇനി ഒന്നും നിങ്ങൾ തപ്പിപ്പോണ്ട. ഇത്രയും മാത്രമേ PSC ചോദിക്കുള്ളൂ. അപ്പോൾ ഇനി ഒരു ഹോട്ട് ടോപ്പിക് സീരീസുമായിട്ട് വീണ്ടും എത്തുന്നതായിരിക്കും. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അത് രേഖപ്പെടുത്തണം. ഓക്കെ, താങ്ക്